കേരള തീരത്തോട് ചേർന്ന് തീപിടിച്ച വാൻഹായ് 503 കപ്പൽ 15 ഡിഗ്രി വരെ ചരിഞ്ഞു. ഇടതുവശത്തേക്കാണ് ചരിഞ്ഞത്. തീ ഇതുവരെ നിയന്ത്രണ വിധേയം ആയിട്ടില്ല. കപ്പലിൽ നിന്ന് ഇപ്പോഴും കറുത്ത പുക ഉയരുന്നുണ്ട്. മാത്രമല്ല, കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു. ശ്രീലങ്കയിലെ കൊളംബോയിൽ നിന്നും മുംബൈയിലെ നവഷേവ തുറമുഖത്തേക്ക് പോയ സിംഗപ്പൂർ പതാകയുള്ള ചരക്ക് കപ്പലിനാണ് തീപിടിച്ചത്. കപ്പലിലുണ്ടായിരുന്ന അപകടകരമായ വസ്തുക്കളുടെ കാർഗോ മാനിഫെസ്റ്റ് ഔദ്യോഗികമായി പുറത്തുവിട്ടു. അത്യന്തം അപകടകരങ്ങളായ 157 ഇനങ്ങളാണ് കപ്പലിൽ ഉള്ളത്. തീപിടിക്കുന്നതും വെള്ളത്തിൽ കലർന്നാൽ അപകടകരമാകുന്നതുമായ രാസവസ്തുക്കളാണിവ. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കൊച്ചിയിൽ ഉന്നതതല യോഗം ചേരും. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് യോഗം വിളിച്ചത്. സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും. കണ്ണൂർ അഴീക്കൽ പോർട്ടിൽ നിന്നും 44 നോട്ടിക്കൽ മൈൽ ദൂരത്താണ് ദുരന്തമുണ്ടായത്. ഇന്നലെ രാവിലെ 9:30 കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ചത്. ഉച്ചയ്ക്ക് 12:40 കപ്പലിന് തീപിടിച്ചു. കപ്പലിൽ 22 പേരാണ് ഉണ്ടായിരുന്നത്. ലൈഫ് ബോട്ടിൽ കടലിൽ ചാടിയ ക്യാപ്റ്റൻ ഉൾപ്പെടെ 18 പേരെ നാവികസേന മംഗലപുരത്തെത്തിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പൊള്ളലേറ്റ 5 പേരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമെന്നാണ് നാവികസേന നൽകുന്ന വിവരം. കാണാതായ 4 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലും തുടരുന്നുണ്ട്. ഇക്കഴിഞ്ഞ മെയ് 25 കൊച്ചി പുറംകടലിൽ വിഴിഞ്ഞത്തു നിന്നും പുറപ്പെട്ട ചരക്ക് കപ്പൽ മുങ്ങിയതിന്റെ ആഘാതം മാറും മുമ്പാണ് വീണ്ടും കേരള തീരത്ത് അപകടം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.